ആനവണ്ടി വിയർക്കുന്നത് ആണുങ്ങളുടെ മണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. KSRTCക്ക് ഉള്ളില് ആണുങ്ങളുടെ വിയർപ്പിന്റെ മണമാണ് കൂടി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ ടീനേജിലുണ്ടായിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ ബേസിലാണ് അത് എഴുതി തുടങ്ങിയത്. ടച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനെക്കഴിഞ്ഞും കൂടുതൽ ഈ സ്മെല്ല് ഭയങ്കരമായിട്ട്. എൻ്റെ മകൾ ഉണ്ടായ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് പുരട്ടിയിട്ടുള്ള റാഷസ് ക്രീമുകൾ, സ്ത്രീയൊക്കെ ആ ഒരു ടീനേജ് സമയത്ത് ആദ്യമായിട്ടൊക്കെ ചേർന്നിരിക്കുമ്പോൾ യൂസ് ചെയ്തിരുന്ന പെർഫ്യൂമുകളുടെ മണങ്ങൾ, ഇതൊക്കെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന ഓർമ്മയിലുള്ള കുറേ അധികം മണങ്ങളുണ്ട്. എനിക്ക് എൻ്റെ ഒരു പ്രായത്തിൽ ഇഷ്ടമില്ലാതിരുന്ന ഒരു അയൽവക്കക്കാരൻ്റെ പെർഫ്യൂമിനോട് ഇത് എവിടെയോ റിസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ അങ്കിളുടെ മണം എനിക്ക് ഓർമ്മ വരും. അപ്പോൾ എനിക്ക് ഇവനെ ആ ഒരു മണത്തിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. 18-ാം വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്ന് ഒരു തീരുമാനമെടുത്ത, ഒരു മണ്ടൻ തീരുമാനമെടുത്ത ആളെന്നുള്ളത് ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് അതിനെ പരിഗണിക്കുക. എൻ്റെ എക്സ്പീരിയൻസസ് എന്നെ ഭയങ്കരമായിട്ട് എക്യുപ്ഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ എക്സ്പീരിയൻസസ് ഒക്കെ ഹീൽഡ് ആണ്. ഞാൻ എൻ്റെ ഒരു ഇതും കൊണ്ടു നടക്കുന്നില്ല ഇപ്പോഴും. അത് എനിക്കൊരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി. ചില കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുകയും ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ സങ്കടത്തിലേക്കൊക്കെ തള്ളിവിടുന്ന ഒരു സ്റ്റേജസ് കൂടെ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ ഹീൽ ചെയ്തിട്ടുണ്ട്. പ്രണയം, അത് ഈ പ്രണയം എന്നുള്ള ടേമിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ ടീനേജിൽ തൊട്ട് ഒരുമിച്ച് കണ്ടു വളർന്ന ആൾക്കാരാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചും ഗ്രോ ചെയ്തിട്ടുണ്ട്, ഇൻഡിവിജ്വലിയും ഗ്രോ ചെയ്തിട്ടുണ്ട്. ആ ഗ്രോത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സമയത്തും ഇതിനകത്ത് പ്രണയമാണോ മുന്നിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട്. അതൊരു കള്ളമായിരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ അമ്മ എന്നോടത് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് കണ്ടു തറഞ്ഞു. നമ്മുടെ കുഞ്ഞിന് എപ്പോഴൊക്കെയോ കൊടുത്ത സ്നേഹം അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന ചില മൊമെന്റ്സ് ആണല്ലോ. ഇത് നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല. ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഞാൻ അമ്മയോട് പറഞ്ഞൊരു തമാശയല്ലേ അത്, അതെന്തിനാ അമ്മ നാട്ടുകാരെ കാണിച്ചത് എന്നുള്ളൊരു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് നല്ലൊരു അമ്മയാവാൻ പറ്റും. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. പക്ഷെ പിള്ളേര് തന്നെ പല സമയത്തും അത് തോന്നിപ്പിക്കും, ഞാൻ അത്ര നല്ല അമ്മയൊന്നും അല്ല എന്നൊക്കെ. എനിക്കൊരു ന്യൂസ് റൂമിനകത്തേക്ക് കയറുമ്പോൾ എനിക്കൊരു ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയിൽ കയറുന്ന ഫീൽ ഉണ്ടായിരുന്നു, ടു ബി ഓണസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഞാൻ നന്നായി എഡിറ്റ് ചെയ്ത് ശ്രീകാന്തിന്റെ കാര്യം കൂടെ പറയും. എന്താ പറയുന്നത്? എന്ത് വേണമെങ്കിലും പറയാം, നന്നായി എഡിറ്റ് ചെയ്ത് പറഞ്ഞാൽ. അല്ല, അതിനകത്ത് വലിയ എഡിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ ജെന്റിൽ പേരന്റിങ് മര്യാദയ്ക്ക് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോ ഇങ്ങനത്തെ കാര്യത്തില് നമുക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രീത്ത് ഇൻ, വെയിറ്റ്, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ആക്ട്രസ്, റൈറ്റർ, പ്രസന്റർ അശ്വതി ശ്രീകാന്താണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് അശ്വതി. ഹായ്. ഈ കൈവച്ച മേഖലകളിലൊക്കെ മുന്നിലെത്തുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ 3ാമത്തെ പുസ്തകം കാളി റിലീസായിരിക്കുകയാണ്. കുഞ്ഞൽദോയിൽ പാട്ട് പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ എന്ന് പറയുന്നൊരു പാട്ട്, ആ ഒരു പാട്ടേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. കുഞ്ഞൽദോട് തന്നെ 2 പാട്ട് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്. ആ ഒറ്റ പാട്ട് കൊണ്ട് തന്നെ പാട്ടെടുത്ത് മതിയാക്കിയോ? ഇല്ല, അങ്ങനെയല്ല. പിന്നെ ആരും വിളിച്ചില്ല, പിന്നെ വിളിച്ചാൽ ചെയ്താൽ മതിയല്ലോ. കൊള്ളാന്നുള്ളൊരു പാട്ടായിരുന്നു, കേൾക്കാൻ സുഖമുള്ളൊരു പാട്ടായിരുന്നു. പടവും ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതെ, അതിൽ തന്നെ ഒരു ഫെയർവെൽ സോങ് ഉണ്ടായിരുന്നു, ഇടനാഴിയിൽ ഓടിക്കയറണം എന്ന് പറഞ്ഞിട്ട്. അത് അത്യാവശ്യം ആ സമയത്ത് കോളേജിലും സ്കൂൾസിലും ഒക്കെ ഫെയർവെൽ ടൈമിൽ അവരുടെ റീൽസിനും വീഡിയോസിനും ഒക്കെ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഒരു പാട്ടാണ് ആ 2 പാട്ട്. 2-3 സിനിമ കഴിഞ്ഞു. ഇപ്പോൾ പുതുതായിട്ട് ഒരു പുതിയ സിനിമ ചെയ്തു. ഒരു ത്രൂ ഔട്ട് വേഷം ഇപ്പോഴാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. മന്ദാകിനി എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അതിന്റെ ഷൂട്ട് ഇന്നലെ പാക്കപ്പ് ആയതേ ഉള്ളൂ. ചക്കപ്പഴത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു വർക്കിന് അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം, ഞാനൊരു സ്റ്റേജ് പ്രസന്റർ ആയിട്ട് നിന്നതുകൊണ്ട് പിന്നെ അഭിനയത്തിലേക്ക് വരാൻ ഞാൻ ഭയങ്കര സംശയിച്ചിട്ടാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. പക്ഷെ അന്നിപ്പോൾ അവിടുന്ന് തന്നൊരു നമ്മുടെ ഡയറക്ടർ ആയിക്കോട്ടെ, ആ ടീം മെമ്പേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ചക്കപ്പഴം ഒരു അറ്റംപ്റ്റ് നടത്തിയത്. പിന്നെ എന്ന് വെച്ചാൽ ആ സമയത്ത് കോവിഡ് വന്ന് കംപ്ലീറ്റ് ലോകം ഉൾട്ടടിച്ചിരിക്കുക. അപ്പോൾ പിന്നെ ഞാനായിട്ട് അഭിനയിച്ചിട്ടുണ്ടാകുന്ന ഡിസാസ്റ്റർ ഇതിലും വലുതൊന്നും ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതിന് ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ വരാമെന്ന് പറയാൻ അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആൻഡ് അത് എൻ്റെ കുഞ്ഞുണ്ടായിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അതായത് ഞാൻ ലേബർ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, അതിനു മുമ്പാണ് ഈ അവാർഡിൻ്റെ വാർത്ത വന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുള്ള സമയം. കോവിഡ് നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഗതിയായിരുന്നു. തീർച്ചയായും. അപ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിലും അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പിന്നിൽ നിന്ന് ഞാൻ മുന്നിലേക്ക് വരുന്നു. ആ സമയത്ത് അശ്വതി ഇട്ടൊരു പോസ്റ്റായിരുന്നു അശ്വതി ലൈഫ് കോച്ച് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് നയിക്കുന്നത്. ഒരുപക്ഷെ ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് അശ്വതിയുടെ മനസ്സിൽ അങ്ങനെ ആയിരുന്നില്ല. ആരെങ്കിലുമൊക്കെ എന്നോട് സംസാരിച്ചോട്ടെ എന്നുള്ളതായിരുന്നു വിചാരം. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതൊരു പ്രൊഫഷനായി സ്വീകരിക്കുമ്പോൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു
പ്രൊഫഷണൽ കോച്ചിലേക്കുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് കോച്ചിലേക്കുള്ള വളർച്ച ഒന്ന് പറയാമോ? കോവിഡിൻ്റെ സമയത്ത് ഇതുപോലെ എല്ലാവരെയും പോലെ വീട്ടിനകത്ത് അടച്ചിരിക്കുന്ന സമയത്താണ് എനിക്കൊരു തോന്നലുണ്ടാകുന്നത്, നമുക്ക് ആരോടെങ്കിലും ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ടാണെങ്കിലും എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വരുന്ന ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം എന്നൊന്നുമില്ല, നമ്മുടെ ക്ലാസ്മേറ്റ് ചില ദിവസം എടി എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്ന സ്പേസസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്കൊരു നല്ല ലിസണർ ആവാൻ പറ്റുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തോട്ടിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് സോഷ്യൽ മീഡിയയിൽ, നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പം മെസ്സേജ് അയക്കാനാണ് ആദ്യം പറഞ്ഞത്. മെസ്സേജ് അയച്ചിട്ട് ഏകദേശം ആ പ്രൊഫൈലൊക്കെ കാണുമ്പോൾ ജെനുവിൻ പ്രൊഫൈലാണെന്ന് തോന്നുന്നവരെയാണ് ഞാൻ തിരിച്ച് വിളിച്ചിട്ടുള്ളത്. പലതരത്തിലുള്ള മെസ്സേജസ് വരാമല്ലോ. അങ്ങനെ വിളിച്ചു, പലരോടും സംസാരിച്ചു, കണക്ട് ചെയ്തു. അപ്പോഴെനിക്ക് മനസ്സിലായത് നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ആളുകൾ എന്നാൽ അവർക്ക് എന്നെ സ്ക്രീനിൽ കണ്ടൊരു ഫെമിലിയാരിറ്റി ഉണ്ട് താനും. അപ്പോൾ അവരവരുടെ ലൈഫ് ഓപ്പൺ അപ്പ് ചെയ്യുന്നത് എനിക്കത് ഭയങ്കര റിവീലിംഗ് ആയിരുന്നു. എത്രയധികം കാര്യങ്ങളാണ് അവരൊരു സ്ട്രേഞ്ചറിനോട് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതെല്ലാം കംപ്ലീറ്റ് ഇങ്ങോട്ട് കൊണ്ട് കുടഞ്ഞു. ആൻഡ് ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്. ഇത്രയും ഒരു ഹെവിനെസ് എടുക്കാൻ ഞാൻ ആ സമയത്ത് പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പോൾ ഇത് എന്നെ ഭയങ്കരമായിട്ട് ഒലച്ച് കളഞ്ഞു ഒരു സൈഡിൽ. അതായത് ഇവരുടെ വിഷമം കേട്ടിട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ ഒരു അവസ്ഥ പറയുകയാണ്, അപ്പം ഞാൻ അതിൽ ഫ്രസ്ട്രേറ്റഡ് ആവുക ഈക്വലി അവളെ പോലെ. എന്നിട്ട് ഞാൻ വീട്ടിൽ കൂടെ നടക്കുന്നത് പോലും ആ ഒരു ഫ്രസ്ട്രേഷൻ ഞാൻ ക്യാരി ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഇതിന് പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട് ഒരാളെ കേൾക്കുന്നതിന് മുമ്പ്. ഞാൻ അവർക്ക് അഡ്വൈസ് കൊടുക്കുമോ സൊല്യൂഷൻ കൊടുക്കുമോ ഒന്നും അല്ല, ഐ വാസ് ജസ്റ്റ് ലിസ്ണിങ്. പക്ഷെ എന്നിട്ട് പോലും എനിക്കത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ട് ഇതിനൊരു ട്രെയിനിങ് എടുത്തുകൂടാ, അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് എന്തെങ്കിലും പഠിച്ചുകൂടാ. അങ്ങനെയുള്ള തോട്ട്സ് കൂടെ ഒക്കെ പോയതും സംഹൗ അത് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് വന്നു നിന്നത്. അപ്പോൾ എനിക്കറിയാം വെറുതെ ഇപ്പോൾ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിട്ടൊക്കെ ഉള്ള ആളുകളൊക്കെ ലൈഫ് കോച്ച് എന്നുള്ള ബോർഡ് വെക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ എനിക്ക് തോന്നിയത് ഓതൻറ്റിക് ആയിട്ടൊരു അക്രഡിറ്റേഷനോട് കൂടി തന്നെ അത് അനൗൺസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു 2 ലെവൽ സർട്ടിഫിക്കേഷൻ ICF-ൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ എടുത്തു. പക്ഷെ അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇത് ക്ലാസ് റൂമിൽ നമ്മൾ പഠിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മളായിട്ട് സെൽഫായിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കോവിഡ് കഴിഞ്ഞാൽ പിന്നെ ഇന്നേ വരെ ഞാൻ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യാത്ത സമയമില്ല. ഇപ്പോഴും ഞാനൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതും അഗെയിൻ ഒരു സൈക്കോളജി ഡിപ്ലോമ കോഴ്സ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോൺസ്റ്റന്റ് ലേണിങ്ങും അൺലേണിങ്ങും നടക്കുന്നുണ്ട്. നമ്മുടെ പഴയ പല തോട്ട് പ്രോസസ്സും അഴിച്ചു കളഞ്ഞിട്ട് പുതിയത് പഠിക്കുകയും അങ്ങനെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. നിത്യേന ഇങ്ങനെ ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ പുസ്തകം എന്ന് പറയുന്നത് പോലെ ഓരോ ആളും ഭയങ്കര ഇൻഫർമേഷനാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അശ്വതി, ഇപ്പോൾ സൈക്കാട്രിയിൽ ട്രാൻസ്ഫറൻസും കൗണ്ടർ ട്രാൻസ്ഫറൻസും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ഒരു സിമ്പതി എമ്പതിയായി മാറാതിരിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എടുക്കേണ്ടത്, അവരോട് എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ നിശ്ചയിക്കണം. പ്രത്യേകിച്ച് ഒരു പുതിയ പ്രൊഫഷനാണ് ലൈഫ് കോച്ച് എന്ന് പറയുന്നത്. വേറൊരു ഏരിയയിലുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഇവരെ ഇപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ടവരെ നമ്മൾ അങ്ങോട്ട് റെഫർ ചെയ്യേണ്ടതുണ്ട്, സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു പുതിയ പ്രൊഫഷൻ സ്വീകരിക്കുമ്പോൾ കുറേ തരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ നമ്മൾ അധികമായി സമയം കൊടുക്കാൻ തോന്നും, കാരണം നമുക്ക് അവരോട് ഒരു കൂറ് തോന്നും, ഇല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു പ്രശ്നം നമ്മുടെ പ്രശ്നമായിട്ട് തോന്നും. അപ്പോൾ കുറച്ചുകൂടെ സിങ്ക് ആവും. അപ്പോൾ ആ കുട്ടി വിളിക്കുമ്പോൾ ഇവളുടെ കോൾ എടുക്കേണ്ടതുണ്ട് എന്നൊക്കെ വിചാരിക്കും. അപ്പോഴാണ് ഈ ഒരു കമേഴ്സ്യലൈസേഷൻ ടൈമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം എവിടെയാണ് നമ്മൾ എങ്ങനെയാണ് ചാർജ് ഫിക്സ് ചെയ്യേണ്ടത്, ഇതൊക്കെ നിശ്ചയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. അപ്പം അത് എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത് ഒരു പ്രൊഫഷനിലേക്ക് മാറുമ്പോൾ, ഒരു പുതിയ പ്രൊഫഷനിലേക്ക്? ഞാനത് ആക്ച്വലി ഇത് പ്യോർലി അതൊരു പ്രൊഫഷണൽ ഇതിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ സ്വന്തമായിട്ടൊരു ഫേമായിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സർവീസസ് എല്ലാം ആ ഒരു ചാനലിൽ കൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇതുപോലെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ലൈഫ് കോച്ചസ് ഉണ്ട്. പക്ഷേ ലൈഫ് കോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യാനും ഒരു നിൽക്കുന്നൊരു പൊസിഷനിൽ നിന്ന് അവരെ മൂവ് ഓൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ബേസിക്കലി ലൈഫ് കോച്ച് ചെയ്യാം. അല്ലാതെ ഒരു ട്രോമ ഹീൽ ചെയ്യുകയോ അല്ലെങ്കിൽ തെറാപ്പി കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ കേൾക്കും, എന്നിട്ട് എവിടെയാണ് അവർ സ്റ്റക്ക് ആയിരിക്കുന്നത് എന്നുള്ളത് അവർ ഐഡന്റിഫൈ ചെയ്യാൻ ശരിക്കും റിഫ്ലക്ട് ചെയ്യാണ്, ഒരു മിറർ പോലെ. അപ്പോൾ അതാണ് ശരിക്കും ഒരു ലൈഫ് കോച്ച് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ജേർണിയിൽ അവർക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ വേണം. ഇപ്പോൾ ഡെയിലി നമ്മളോട് ഇപ്പോൾ ഒരു റിമൈൻഡർ കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു കേട്ടോ, ജേർണലിങ് ചെയ്യാൻ പറഞ്ഞു, ഞാനിത് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇന്നടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിത് ചെയ്തു എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ചില കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ റോൾസാണ് ലൈഫ് കോച്ച് കൂടുതലും ചെയ്യുന്നത്. പക്ഷേ തെറാപ്പി വേണ്ടവരുണ്ട്, കൃത്യമായി ഹീലിംഗ് വേണ്ടവരുണ്ട്. ഇപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് മെഡിസിൻ എടുക്കേണ്ട ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം സർവീസസ് ഒക്കെയും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അണ്ടറിൽ
ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ലേറ്റസ്റ്റ് കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് അതിലാണ്. അപ്പോൾ നമ്മൾ ബിക്കമിങ് എന്നാണ് ആ ഒരു പ്രോജക്റ്റിൻ്റെ പേര്. അപ്പോൾ അതങ്ങനെ അതിൻ്റെ ബിഹൈൻഡ് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നു. വെരി സൂൺ അപ്പോൾ അതിനൊരു ലോഞ്ച് ഒക്കെ ഉണ്ടാവും. അശ്വതി ഇപ്പോൾ ആൾക്കാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യും, ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അശ്വതിയുടെ ജീവിത അനുഭവങ്ങൾ കൂടി ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ 18-ാം വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്ന് ഒരു തീരുമാനമെടുത്ത, ഒരു മണ്ടൻ തീരുമാനമെടുത്ത ആളെന്നുള്ളത് ഇപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് അതിനെ പരിഗണിക്കുക. അതായത് ഇതിലും വലുത് വന്നിട്ടുണ്ട് എന്ന് അവരോട് പറയാൻ കഴിയുന്ന, ബാപ്പ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്നത് അന്ന് ചെയ്തൊരു മണ്ടത്തരം ഇന്ന് ഒരു പക്ഷേ അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുള്ള പഠിത്തവും കൂടെ നമുക്ക് അത് ഉപയോഗപ്പെടുന്നില്ലേ? ആ ഒരു കാര്യം ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലല്ലേ ഇപ്പോൾ നോക്കിക്കാണുന്നത്? ഞാനിപ്പോൾ ആർക്കും അഡ്വൈസ് കൊടുക്കാറില്ല. അതായത് ഞാനൊരു അഡ്വൈസ് കൊടുക്കുന്ന ഒരു റോളിലോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന റോളിലേക്കോ അങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. ഇപ്പോൾ കോച്ചിങ്ങും മോട്ടിവേഷനേ അല്ല. അവരെന്ത് ചെയ്യണം എന്ന് പറയാറില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തു നോക്കൂ എന്ന് പറയും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പ്രോബ്ലം പറയുകയാണ്, ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഞാനതിനെ കാണുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടും എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും ഞാൻ അതിനെ ജഡ്ജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ ഇങ്ങനെ ചെയ്തുകൂടെ എന്നെനിക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ചെയ്തേനെ, അല്ലെങ്കിൽ ഒരു തരത്തിൽ അത് ചെയ്യാൻ പറ്റാത്ത വേറെ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ചെയ്താലാവും നിങ്ങൾക്കത് കൺവിൻസിങ് ആയിട്ട് വരിക. അപ്പോൾ ഞാനത് ഇതിങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലായിരിക്കും നല്ലത് എന്നുള്ള ഓപ്ഷൻസ് നിങ്ങളെ കൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യിപ്പിക്കലാണ് ശരിക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മനുഷ്യൻ ലൈഫിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒട്ടുമിക്ക എന്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് പറയാൻ പറ്റും യെസ് ഐ ഹാവ് ബീൻ ദെയർ എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചിട്ട് ഒരിക്കലും ഇതൊക്കെ ഞാനും കണ്ടതാ അങ്ങനെയല്ല. അതിൽ കൂടെ പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അവരോട് എംപതൈസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും അവരുടെ ഇതിനെ കുറച്ച് കാണാനല്ല, ഇത് കൂടെ പോയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ചും കൂടെ എംപതൈസ് ചെയ്ത് അവരോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും എൻ്റെ എക്സ്പീരിയൻസസ് എന്നെ ഭയങ്കരമായിട്ട് എക്യുപ്ഡ് ആക്കിയിട്ടുണ്ട്. എക്സ്പീരിയൻസസ് മാത്രമല്ല, ഞാൻ എക്സ്പീരിയൻസസ് ഒക്കെ ഹീൽഡാണ്. ഞാൻ എൻ്റെ ഒരു ഇതും കൊണ്ട് നടക്കുന്നില്ല ഇപ്പോഴും. അത് എനിക്കൊരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി. ചില കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുകയും ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ സങ്കടത്തിലേക്കൊക്കെ തള്ളിവിടുന്ന ഒരു സ്റ്റേജസ് കൂടെ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ ഹീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒറ്റയ്ക്ക് ഹീൽ ചെയ്തു എന്നല്ല, ഞാൻ തീർച്ചയായിട്ടും ഞാൻ തെറാപ്പി എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ, ഭർത്താവിൻ്റെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ടും സഹായവും ഒക്കെ സീക്ക് ചെയ്ത്, പക്ഷെ ഞാൻ സ്റ്റക്ക് ആവാതെ നോക്കിയിട്ടുണ്ട്, ഞാൻ ഹീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന അവസ്ഥ എങ്ങനെയാണ്, ഹീൽ ചെയ്തിട്ടുള്ള അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇപ്പോൾ നേരത്തെ ആണെങ്കിലും പല ഇൻ്റർവ്യൂസിലൊക്കെ പോകുമ്പോൾ ആളുകൾ ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് ട്രിഗർ ചെയ്യാൻ നോക്കാറുണ്ട്. ഇതുപോലെ എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൈക്ക് ട്രിഗർ ചെയ്യാറുണ്ട്. ലൈക്ക് അങ്ങനെ വന്നപ്പോൾ അതെന്തൊരു അവസ്ഥയായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ലൈക്ക് ഞാൻ അതായത് ഇനി അത് പറയുമ്പോൾ ഞാൻ കരയില്ല, മനസ്സിലായി. അത് ഒരേ സങ്കടത്തിൽ വീണ്ടും കരയുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഇനി ഒരാൾ ആ വഴി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്, അവരോട് ചേർന്ന് നിൽക്കാൻ ഈസിയാണ്. അശ്വതിയുടെ അടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ടാവാം. അപ്പം നാളത്തെ താരങ്ങളാവേണ്ട കുറേ പേര്, അതായത് നാളത്തെ സെലിബ്രിറ്റീസ് ആവേണ്ട കുറേ പേരായിരിക്കും ഇപ്പോൾ അശ്വതിയുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിൽക്കാലഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ മനസ്സിലാക്കുന്നത് ഇവർ അശ്വതിയുടെ അടുത്താണ് വന്നുകൊണ്ടിരുന്നതെന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഇവരുടെയൊക്കെ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ ഒരു തൊഴിൽ. ലൈഫ് കോച്ചിൻ്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയുള്ളവർ അശ്വതിയുടെ അടുത്ത് വരുന്നുണ്ടാവുമല്ലേ? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഞാനിപ്പോൾ ആരെ കണ്ട് സംസാരിച്ചാലും നമ്മൾ കണക്ട് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരത്തിൽ വന്നു കഴിയുമ്പോഴേക്കും കോൺവെർസേഷൻ എൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പോരുന്ന സമയത്ത് അവരെന്നോട് പറയുന്ന ഒരു കാര്യം, ഞാൻ ഒരു ദിവസം ഓഫീസിലേക്ക് ഇറങ്ങാട്ടോ. അതാണ്. അപ്പം എനിക്ക് മനസ്സിലാവുന്ന എല്ലാ മനുഷ്യർക്കും ജഡ്ജ്മെന്റ് ഇല്ലാതെ സംസാരിക്കാൻ ഒരു സ്പേസ് ആവശ്യമാണ്. അപ്പം ആ ഒരു സ്പേസ് ഒരിടത്തുണ്ട് എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലേക്ക് വരാനും സംസാരിക്കാനും. അപ്പോൾ പലരും പറയും എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും എനിക്ക്. അപ്പോൾ നമ്മൾ ഇത്തരം സ്പേസുകൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരു വെന്റ് ഔട്ട് സ്പേസ്, ഇപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും വന്ന് നമ്മുടെ ഒരു അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഞാനത് ഡീൽ ചെയ്തു, വേറെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് എന്നൊന്ന് വന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ജഡ്ജ്മെന്റ് ഇല്ലാത്തൊരു സ്പേസ്, അത്തരം സ്പേസ് ക്രിയേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ ഭയങ്കര മാർക്കറ്റ് ചെയ്ത് ഇതിങ്ങനെ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറയുന്നതിന് ഉപരി തന്നെ അല്ലാതെ ആളുകൾ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സെലിബ്രിറ്റീസ് ഒന്നും മാത്രമല്ല,
എല്ലാ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളും ഇതുപോലെ കണക്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് അയച്ചിട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. ഇനിയിപ്പോ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നാളെ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നുണ്ട്, അത് അശ്വതിയുടെ ആൾക്കാരാണ്, അവരൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോ. അതെ അതെനിക്ക് സന്തോഷമുള്ള കാര്യം. അതെ. അശ്വതി, ഇപ്പോൾ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ജഡ്ജ്മെന്റിൽ ആവരുതെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ വളർന്ന ഒരു പരിസരത്തിൽ നിന്നായിരിക്കും ഞാനെന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവുക. അപ്പം ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ പരിസരങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും ഞാൻ അതിനെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതല്ലാതാവുക എന്ന് പറയുന്നത് വളരെ വലിയ വിദ്യാഭ്യാസം വേണ്ട ഒരു സംഗതിയാണ്. അപ്പം അതിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് നമ്മളെ മാറ്റി നിർത്തി അവരെ കേൾക്കുക. അപ്പോൾ കേൾക്കുക എന്ന് പറയുന്ന വാക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കേൾക്കുന്നത് വളരെ എളുപ്പമുള്ള പരിപാടിയാണെന്നുള്ളത്. അല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്, വളരെ വിദ്യാഭ്യാസം വേണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ ജഡ്ജ്മെൻ്റലാവാതെ സ്വയം മനസ്സിൽ വിചാരിക്കാറുണ്ടോ, ഇവരെയൊക്കെ കേൾക്കാനുള്ള പാകതയൊന്നും എനിക്കായില്ലല്ലോ, പക്വതയൊന്നും എനിക്കായില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇത് വലിയൊരു പ്രശ്നമായിരുന്നില്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ കേൾക്കുന്നതിനിടയ്ക്ക് പലപ്പോഴും നമ്മൾ ജഡ്ജ്മെൻ്റലാവും. നമ്മൾ അറിയാതെ നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഷൂവിൽ നിന്നിട്ട് ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കും. ഞാൻ അങ്ങനെ പലവട്ടം അത്തരം മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഈസി അല്ലേ, നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പോലും പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ തലയിൽ നിന്ന് ആ ഒരു വിളി വരും, അങ്ങനെ പറയാൻ പാടില്ല, അവർക്കത് ഈസി ആയിരുന്നെങ്കിൽ അവർ ചെയ്യുമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നതാണ് ഇത് ഈസി ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന രീതിയോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യരൊന്നും അല്ല അവരുടേത്. അപ്പോൾ അവർ നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ അവസ്ഥ പോലും എൻ്റേതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെ, നമ്മൾ ഓരോ കാര്യങ്ങളോടും റിയാക്ട് ചെയ്യുന്നത് നമ്മൾ അപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കും. അതിന് നമ്മുടെ ആ ഒരു ബോഡി ചേഞ്ചസ് പോലും അതിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ചില ദിവസം പിള്ളേരോട് റിയാക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരു സിറ്റുവേഷനിൽ, കാരണം നമ്മുടെ ഇതൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് പോയിട്ട് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റോട് കൂടി ഒരാളെ കേൾക്കാൻ. പക്ഷെ അങ്ങനെ അല്ലാതെ ഇരുന്ന് കേൾക്കുക എന്ന് പറയുന്നത് ജെനുവൻലി ബീയിങ് ക്യൂരിയസ് അബൌട്ട് സംവൺ എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത്. നമ്മൾ അവരെ കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി കാണിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവറിന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റൻ എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിലുപരി അവരെ കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇരിക്കരുത്. അതായത് ഞാനൊരു ലൈഫ് കോച്ചാണ്, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ നിങ്ങളെ സെറ്റ് ചെയ്ത് വിടും എന്നുള്ളത് ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസോടെ ഇരിക്കാതെ ഞാൻ തുടക്കത്തിലേ ഇവരോട് പറയും, നമുക്ക് സംസാരിക്കാം, ഞാൻ നിങ്ങളെ കേൾക്കാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പ്ലാൻ ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഐ വിൽ ബി വിത്ത് യു. അപ്പോൾ എന്നെ കഴിഞ്ഞ് നല്ല സൊല്യൂഷൻസ് നിങ്ങൾക്കായിരിക്കും പറയാൻ പറ്റുന്നത്, അതുകൊണ്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഞാനൊരു സൊല്യൂഷൻ കൊടുക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ അവരെനിക്ക് തരുമ്പോൾ എനിക്ക് ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പം ഞാൻ ഇവർ പറയുന്നത് കേൾക്കുകയായിരിക്കില്ല ചെയ്യുന്നത്, ഞാൻ സൊല്യൂഷൻ ആലോചിക്കുമായിരിക്കും. ഇപ്പം ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിനെന്തായിരിക്കും സൊല്യൂഷൻ, ഇതിന് ഞാൻ ലൈക്ക് ദാറ്റ് ഡസൻറ്റ് വർക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നും അറിയാത്ത ഒരാളാണ് ഞാൻ, നിങ്ങൾ എന്നോട് പറയൂ, നമുക്ക് ഒരുമിച്ച് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ള ആ ഒരു സ്പേസിലേക്ക് നമ്മുടെ ഈഗോനെ കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ പഠിച്ചതൊക്കെ മാറ്റി വെച്ചിട്ട് റോ ആയിട്ടൊരു മനുഷ്യൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഉപദേശം ചോദിക്കാൻ പാടില്ല എന്നാണ്, എങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ വിവാഹത്തിന് ശേഷം പ്രണയം നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാനിടയ്ക്ക് ഉണ്ണിമായ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഉണ്ണിമായുടെയും ശ്യാം പുഷ്കറിൻ്റെയും ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ വിവാഹത്തിന് ശേഷം എങ്ങനെയാണ് പ്രണയം നിലനിർത്തേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിമായ പറയുന്നുണ്ട്, അത് വലിയൊരു അഭ്യാസമാണ്. എന്ന് വെച്ചാൽ വളരെ ഊർജ്ജം വേണ്ടി വരുന്ന ഒരു പരിപാടിയാണ് വിവാഹത്തിന് ശേഷം പ്രണയം നിലനിർത്തുക എന്നുള്ളതാണ്. ഈ നമുക്കിപ്പോൾ മോണോഗമിക് ആവാം, പോളിഗമിക് ആവാം, ഇത് സംസാരിക്കുന്ന സമയത്തും ഒക്കെ കുടുംബ വ്യവസ്ഥയോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് കുടുംബ വ്യവസ്ഥയോടാണ് കൂടുതൽ താല്പര്യം. രണ്ടും സ്വീകരിക്കുന്നവരുണ്ട്, ലിവിങ് ടുഗദറൊക്കെ സ്വീകരിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ വിവാഹത്തിന് ശേഷം പ്രണയം നിലനിർത്തുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അശ്വതിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മളത് നോക്കിക്കാണേണ്ടതെന്ന് പറയാമോ? ഈ പ്രണയം എന്നുള്ള ടേമിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു റിലേഷൻ തുടങ്ങുന്ന സമയത്തുള്ള ഒരു സ്പാർക്ക് ഉണ്ട്, അത് നേച്ചറായിട്ട് നമുക്ക് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം റീപ്രൊഡക്ഷൻ നടക്കണം എന്നുള്ളത് കൊണ്ട് നേച്ചറായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന ആ ഒരു ഹൈ ഉണ്ടല്ലോ, ആ ഒരു റിലേഷനിലായിരിക്കുമ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ ഫീൽ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഇണയെ കണ്ടുപിടിക്കുന്നു, അവർ നമ്മുടേതായിരിക്കാൻ ആ ഒരു പൊസസീവ്നെസ് പോലും അത് നേച്ചറായിട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. അവർ നമ്മുടേതായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു, അവരും അങ്ങനെ തന്നെ ആയിരിക്കുന്നു, ആ റിലേഷൻ മുന്നോട്ട് പോകുന്നു. റീപ്രൊഡക്ഷൻ ആണ് പ്രകൃതി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിലെത്തുന്നു, ആ ഒരു കുട്ടിയെ വളർത്തുന്ന ഒരു ഇനീഷ്യൽ ഫേസിൽ ഒരുമിച്ച് നിൽക്കുന്നു. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഗ്രാജുവലി മനുഷ്യന് സംഭവിക്കുന്നതാണ് ഈ പ്രണയത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ ഇതിൽ പ്രണയം സൂക്ഷിച്ചുകൊണ്ട് പോകണം എന്നുള്ളത് ഭയങ്കര ശരിക്കും നമ്മൾ മാരേജിൽ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മളിത് വളരെ ലൂസായിട്ട് വിട്ട് കളയുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടികളായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുട്ടികളുടെ അച്ഛൻ അമ്മ എന്നുള്ള റോളിൽ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നത്. ഈവൻ പലപ്പോഴും നമ്മൾ കുട്ടികളുടെ അച്ഛനെ മിക്കവരും അഡ്രസ്സ് ചെയ്യുന്നത് അച്ഛാന്ന് തന്നെയായിരിക്കും. അല്ലെങ്കിൽ കുട്ടികൾ വിളിക്കുന്ന പപ്പ, ഡാഡി ഈ ഒരു പേരിലായിരിക്കും ഭർത്താവിനെ അഭിസംബോധന ചെയ്യുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ എന്നുള്ള പ്രയോറിറ്റി കഴിഞ്ഞിട്ടാണ് ആസ് കപ്പിൾസ് ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഇവർ ആലോചിക്കുന്നത്. അപ്പോൾ മാരേജിൽ കോൺഷ്യസ് വർക്ക് നടത്തുന്നത് വളരെ കുറവാണ്. ഇനി എനിക്ക് തോന്നുന്നത് മാരേജിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പ്രണയത്തെ കഴിഞ്ഞും ഇമ്പോർട്ടൻ്റ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ആ ഒരു കമ്പാനിയൻഷിപ്പിലാണെന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനോട് ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു ഇമോഷൻ കൂട്ടാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു പ്രോബ്ലത്തിലാണെങ്കിൽ, ഞാനൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ ഒരു കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ, ഐ ക്യാൻ ഗോ ടോക്ക് ടു ഹിം. ഇതേ ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഓൾവേസ് കം ടു മീ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുമിച്ച് ഒരു സ്പേസിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് അറിയുന്ന ആൾക്കാരല്ലേ, ഇനി എന്ത് സംസാരിക്കാനാ, അങ്ങനൊരു പ്രോബ്ലം ഇല്ല. നമുക്ക് എന്ത് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഞങ്ങളുടെ ടീനേജിൽ തൊട്ട് ഒരുമിച്ച് കണ്ടു വളർന്ന ആൾക്കാരാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചും ഗ്രോ ചെയ്തിട്ടുണ്ട്, ഇൻഡിവിജ്വലിയും ഗ്രോ ചെയ്തിട്ടുണ്ട്. ആ ഗ്രോത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സമയത്തും ഇതിനകത്ത് പ്രണയമാണോ മുന്നിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട്. അതൊരു കള്ളമായിരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. പ്രണയത്തെക്കാൾ ഉപരി അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പാണ്. അപ്പം നമ്മൾ മക്കൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഈച്ച് അതർ ഒരു ടൈം കൊടുക്കുക എന്നുള്ള ആ ഒരു ഫാക്ടറിൽ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും അതാണ് ത്രൂ ഔട്ട് ഗ്രോയിങ് ടുഗെദർ ആൻഡ് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിൽക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് മാരേജ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിർത്തുന്നത്. അത് പ്രണയം മാത്രമല്ല. അപ്പോൾ പലർക്കും ഫീൽ ചെയ്യുന്നത് ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും ഈ പ്രണയം പോയി കഴിയുമ്പോഴേക്കും നമുക്ക് പലപ്പോഴും തോന്നുകയാണ് എൻ്റെ മാരേജ് വർക്കൗട്ട് ആവുന്നില്ലേ എന്നുള്ളത്. അപ്പം മാരേജിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതല്ല. ചിലർക്ക് അത് പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ അത് മാത്രമല്ല. പ്രണയത്തിന്റെ കാര്യത്തിൽ അശ്വതി നമ്മളെ കൈവിട്ട് കേട്ടോ. കാരണം കാര്യത്തിൽ ഉപദേശിക്കാനില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ കുഴപ്പമില്ല, നമ്മളെല്ലാവരും ആ തോണിയിലായതുകൊണ്ട് വലിയ വിഷയമില്ലെന്ന് തോന്നുന്നു. അശ്വതി മറ്റൊരു കാര്യം പറഞ്ഞത്, അശ്വതിയുടെ ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ പറയുന്ന മണ്ടത്തരം തീരുമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. അതായത് പ്രണയനഷ്ടമല്ല പ്രശ്നം ഉണ്ടാക്കിയത്, അമ്മയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, മിസ്കമ്മ്യൂണിക്കേഷനാണ് വേദനിപ്പിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ മാതാപിതാക്കളുമായിട്ടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ വിട്ടുകളയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതൽ ഇങ്ങനെയാണ്, അവർ നമ്മളെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പോവും. അവരുടെ പ്രായവും ഇപ്പോഴത്തെ മെൻ്റൽ സ്റ്റേറ്റോ ഒന്നും പരിഗണിക്കാതെയാണ് നമ്മൾ സംസാരം എന്നുള്ളതാണ്. അശ്വതി സംസാരിക്കുന്ന സമയത്താണ് എനിക്കും മനസ്സിലാവുന്നത്, അയ്യോ ഞാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതേപോലെയാണല്ലോ. അപ്പോൾ ഒരു പ്രത്യേക വിഷയമായിട്ട് എടുത്ത് പഠിക്കേണ്ട കാര്യമാണ് ഇതെന്നാണ് അശ്വതി സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ അശ്വതി? സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ പേരൻസ് ശരിക്കും ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈവൻ വി ഓൾസോ ആസ് എ പേരൻറ്റ് പറയുമ്പോൾ നമ്മളും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവർ ജനിച്ചതോ ജീവിച്ചതോ ആയിട്ടുള്ള ഒരു സാഹചര്യവുമായിട്ട് ചേർന്ന് പോകുന്ന ഒന്നും, ഈവൻ വാല്യൂ സിസ്റ്റം പോലും കംപ്ലീറ്റ് ഉൾട്ടായിട്ടുള്ളൊരു സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ നമ്മളെ വളർത്തിയത് എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാനാണോ ആ ഒരു സൊസൈറ്റി ഇന്നിവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. അവർ നമ്മളെ ട്രെയിൻ ചെയ്തത് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ജീവിക്കാനാണ്. അങ്ങനെ ഒരു സിസ്റ്റം പോലും എവിടെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മക്കളെ വളർത്തി ഒരു വിഷനോട് കൂടി, പക്ഷേ അതിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ പേരൻസും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നമ്മുടെ വാല്യൂ സിസ്റ്റം മാറി, ഇതിനോട് എങ്ങനെ കോപ്പപ്പ് ചെയ്യണം എന്നറിയാതെ അവരും അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അവരോട് കുറച്ചും കൂടെ അവർക്കൊരു മാറ്റം വരുന്നുണ്ട്. അവർ കുറേ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് വരുന്നുണ്ട്. കാര്യം മക്കളെ പഠിപ്പിക്കുന്നത് അവർ നല്ല ജോലിയിൽ, തിരക്കുള്ള ജോലിയിൽ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യണം എന്നുള്ള ഡ്രീമോട് കൂടി ആണെങ്കിൽ പോലും അവർ മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർക്കുണ്ടാവുന്ന ഒരു വാക്വം അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരൻസും എക്യുപ്ഡ് ആവേണ്ടതുണ്ട്. കുറച്ച് മക്കൾ മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ അവരുടേതായിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാനും, നേരത്തെ ഈ പറഞ്ഞ കമ്പാനിയൻഷിപ്പ് ഒക്കെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. പ്രണയമൊക്കെ പോയാലും മക്കൾ മാറിപ്പോയാലും ഈ ഒരു കൂട്ടെന്ന് പറയുന്ന ഒരു സ്പേസ് അവിടെ വേണം എന്നുള്ളത്. അപ്പോൾ അവർ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആസ് ചിൽഡ്രൻ നമുക്ക് എല്ലായ്പ്പോഴും അവരെ മനസ്സിലാക്കാനോ അങ്ങനെ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല അല്ലേ. നമുക്കൊക്കെ എല്ലാ ദിവസവും പേരൻസിനെ വിളിച്ച് സംസാരിക്കുന്നവർ വളരെ കുറവായിരിക്കും. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മയോട് സംസാരിക്കാറുണ്ട്, പക്ഷെ അച്ഛനോട് സംസാരിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും സംസാരിക്കുക. പക്ഷെ എന്നാലും ആ സംസാരിക്കുന്ന സമയം അവരെന്തെങ്കിലും ട്രിഗർ ചെയ്താൽ പോലും ഞാനതിൽ പിടിക്കാതിരിക്കാൻ നോക്കാറുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ഇമോഷണലി ട്രിഗർ ചെയ്യും. നിനക്കിപ്പം വേറെ തിരക്കുണ്ടല്ലോ, നീ മറ്റേ ഇന്നാൾ അവിടെ പോയത് എന്നോടൊന്നും ഒരു വാക്ക് പറയാമായിരുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ ഇമോഷണലി കയറി പിടിച്ചിട്ട് അച്ഛൻ എന്താ എന്നെ മനസ്സിലാക്കിയാലോ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കിയാലോ എന്നുള്ള തരത്തിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്ത് എൻഡ് ചെയ്ത് മാറി നിൽക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനത്തിൽ നമുക്ക് കൊത്താതിരിക്കാം. നമുക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോ പേരൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു തരത്തിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അധികം ഉള്ളിലേക്ക് എടുക്കാതെ മാറി നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ പേരൻസിൻ്റെ അടുത്ത് കൂടുതൽ വർക്ക് ആവുന്നത് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ബോധവൽക്കരണം നടത്താതെ എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, ഇവിടെ ഉള്ള സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഐ ആം റെഡി അവൈലബിൾ, എപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണെന്ന് പറഞ്ഞോളൂ എന്നുള്ള തരത്തിലാണ് ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഓരോ പേരൻസും മക്കളുമായിട്ടുള്ള റിലേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ എന്നാലും അവരും കൺഫ്യൂസ്ഡ് ആണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മുടെ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് അതിലേക്ക് പോകണമെന്നല്ല. നമ്മൾ വന്ന ഫാമിലിയെ കഴിഞ്ഞും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫാമിലിക്കാണെന്നുള്ള പോളിസിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ ലവ് ഡൗൺവേർഡ്സ് ആണ് ഫ്ലോ ചെയ്യുന്നത് എന്നൊരു തിയറി ഉണ്ടല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ കുടുംബം, നമ്മൾ ഉണ്ടാക്കിയ കുടുംബം. അറ്റ് ദ സെയിം ടൈം നമ്മൾ അവർക്ക് കൊടുക്കേണ്ട വാല്യൂ, സപ്പോർട്ട്, ഇമോഷണൽ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുക. അതിനോടൊപ്പം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫാമിലിക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അശ്വതി ഇപ്പോൾ ചെറുപ്പത്തിലൊരു തീരുമാനമെടുത്തിട്ട് ഗൾഫിലേക്ക് പോകുന്നു. അപ്പം കല്യാണം കഴിയാത്ത പെങ്കൊച്ച് ഗൾഫിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു നാട്ടിൻ പുറത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല. അന്ന് ആ തീരുമാനം എടുത്തപ്പോൾ എല്ലാവരും ചുറ്റും നിന്നിട്ടുണ്ടാവില്ല. അതേപോലെയാണ് ഇന്നിപ്പോൾ സെക്സിനെ കുറിച്ചും സെക്ഷുവാലിറ്റിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അത് സംസാരിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മളത് സംസാരിക്കുന്നത്. പക്ഷേ ഈ ചുറ്റും നിൽക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് എത്രത്തോളം അവെയർ ആണെന്ന് അറിയുന്നൂടാ. അതുകൊണ്ടാണ് അവർ എതിർക്കേണ്ടി വരുന്നത്. അപ്പം അത്തരമുള്ളൊരു സാഹചര്യത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചുറ്റും ആൾക്കാർ നിൽക്കാതെ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അത് ഒരു ഒറ്റപ്പെടലിൻ്റെ ആ ഒരു സ്പേസിൽ നിന്നിട്ട് നമ്മൾ ആൾക്കാരോട് പക്ഷേ പറഞ്ഞുകൊണ്ടേയിരിക്കണം. പക്ഷേ റിബലാവാൻ പറ്റില്ല, അവരെ പറഞ്ഞ് മര്യാദയ്ക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പം ഇത്തരം റിസ്ക് എടുക്കുന്ന സമയത്ത് ചുറ്റുപാടിനെ ഇല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യാറുള്ളത്? എനിക്കങ്ങനെ ചുറ്റും നിൽക്കുന്നവരെ കൺവിൻസ് ചെയ്യേണ്ടത് ഭയങ്കര ബാധ്യതയായിട്ട് ഞാനിപ്പോൾ കൊണ്ടു നടക്കാറില്ല. ഒരു പോയിന്റിൽ അത് അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലീസർ ആയിരുന്നു. ഇവരൊക്കെ എന്ത് വിചാരിക്കും, എങ്ങനെ കാണും എന്നുള്ളതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ 20s ടോട്ടലി അതിന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നായിരുന്നു. ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഈവൻ എൻ്റെ അഭിപ്രായങ്ങളാണെങ്കിൽ പോലും എൻ്റെ ഇഷ്ടങ്ങളാണെങ്കിൽ പോലും ഒക്കെ ഞാൻ പോളിഷ് ചെയ്തത് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് റിയലൈസ് ചെയ്തത് 30കളിലാണ്. അപ്പോൾ ആ റിയലൈസേഷൻ വന്നത് പിന്നെ ഞാൻ ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ട് എന്നെനിക്ക് ഷുവറായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് ഞാൻ എന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും എതിരഭിപ്രായങ്ങൾ വരാറുണ്ട്. ആദ്യമൊക്കെ ഈ എതിരഭിപ്രായം വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഉള്ളിലേക്ക് എടുക്കുമായിരുന്നു. ഞാൻ ഒരു നല്ല ഇൻറ്റൻഷനോടെ അല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇവരെന്തിനാ എന്നെ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ടോട്ടലി അതിനെ ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു. കാരണം തീർച്ചയായിട്ടും ആർക്കും എല്ലാവരുടെ അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് അവരുടെ എക്സ്പീരിയൻസസും അവരുടെ വാല്യൂ സിസ്റ്റവും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതാണ് ഏറ്റവും ശരി എന്ന് നമുക്ക് തോന്നുന്നതുകൊണ്ട് നമ്മളിത് പറയുന്നു. നാളെ ചിലപ്പോൾ ഇതല്ല ശരിയെന്ന് നമുക്ക് തന്നെ തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ആരോടും അടിച്ചേൽപ്പിക്കാനോ ഇവരെ കൺവിൻസ് ചെയ്യണമല്ലോ എന്നുള്ള ഇൻറ്റൻഷനോടെ ഒന്നും പറയാറില്ല. എനിക്ക് ഏറ്റവും ശരിയെന്ന് തോന്നുന്നത് ഞാൻ ആ സമയത്ത് പറയുന്നു. പിന്നെ എനിക്കും തോന്നിയിട്ടുള്ളത് നമ്മളൊക്കെ ആ ഒരു ഗ്രോത്തിലല്ലേ, നമ്മളൊക്കെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഒരു 8 വർഷം അല്ലെങ്കിൽ 9 വർഷം മുൻപ് കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറയുന്ന ഷോ ചെയ്ത് ആ സ്റ്റേജിൽ നിന്ന് അശ്വതി അല്ല ഇപ്പം ഞാൻ. എനിക്കൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയില്ലേ, അന്നത്തെ അതേ ആൾ ഒരു മാറ്റവും ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് മനുഷ്യരാണോ, നമ്മൾ മാറണം. അന്നത്തെ അതിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ അല്ലേ, നമുക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല, നമ്മൾക്കൊരു വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം.
അശ്വതി ഇപ്പോൾ സാരി ഉടുത്ത് വന്നിട്ട് മറ്റൊരു വേഷപ്പ് ഇട്ടപ്പോൾ പോലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു സമൂഹത്തിലാണ് ഈ പ്രോഗ്രസീവ്നെസ് ഒക്കെ പറയുന്നത്. സെക്സിനെ കുറിച്ചും സെക്ഷുവാലിറ്റിയെ കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു സാധനമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം പ്രതിരോധമുണ്ട്. ഈ പ്രതിരോധത്തെ മറികടന്ന് പോവേണ്ടതുണ്ട്. അപ്പം പേടിയില്ലേ ഇത്തരം ഒരു സ്റ്റാറ്റസ് മാറിപ്പോകുമെന്നൊക്കെ? ഞാൻ ചില സമയത്ത് വിചാരിക്കും നമ്മളും മരിച്ചു പോവും, ഈ പറയുന്നവരും ഈ കമന്റ് ചെയ്യുന്നവരും കേൾക്കുന്നവരും എല്ലാവരും മരിച്ചു പോവും അല്ലെ. ഒരു 100 വർഷത്തിന് അപ്പുറത്ത് ആരാ അശ്വതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, എനിക്ക് ഇവിടെ ഭയങ്കര റിമാർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് പോകണമെന്നൊന്നും എനിക്കൊരു നിർബന്ധമില്ല. ലൈക്ക് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജീവിക്കുമ്പോൾ ഇവിടെ ഒരു മാർക്ക് ഉണ്ടാക്കിയിട്ട് പോകണം. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. ജീവിക്കുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കണം. നമ്മുടെ തൊട്ടടുത്ത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കണം. ഈ അഭിപ്രായങ്ങളൊക്കെ ഈ പറയുന്നവർ തന്നെ മാറ്റി പറയുന്ന ഒരു സമയം വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ഭയങ്കര ഇന്റൻസ് ആയിട്ടൊരു പെയിൻ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ സാരി ഉടുത്ത് വന്നു എന്നുള്ളത് സത്യത്തിൽ ഒരു സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ അതിന് മുമ്പും സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ദുബായ് കൂടെ ഒക്കെ നല്ല സന്തോഷമായിട്ട് നടന്നിരുന്ന ആളാണ്. പക്ഷെ എന്നെ സ്ക്രീനിൽ ആദ്യമൊക്കെ കണ്ടത് കൂടുതലും സാരി ഉടുത്തായിരുന്നുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു നോർമൽ പ്രൊഫൈലിൽ പോലും ഞാൻ വേറൊരു സംഭവം ഇടുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ഡ്രസ്സോ ഇടുമ്പോഴേക്കും ഭയങ്കര അക്സെപ്റ്റൻസ് പ്രശ്നമായിരുന്നു. അപ്പോൾ ആളുകൾ അതും പറയുന്നത് എങ്ങനെയാണെന്നറിയോ, എതിർത്ത് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നിനക്കൊക്കെ എന്തിൻ്റെ കേടാന്നുള്ള തരത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇതല്ലാതെ വളരെ സ്നേഹമായിട്ട് വന്ന് പറയും, ഞങ്ങൾക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം, അങ്ങനെ ചെയ്തൂടെ, എന്തിനാ ഇതൊക്കെ ഇടണേ, സാരി ഉടുത്താൽ പോരെ എന്ന് ചോദിക്കും. ഞാൻ പറയും എനിക്കിപ്പോൾ ബീച്ചിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മോളിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിൽ ഏറ്റവും ഞാനൊരു കംഫർട്ടിൻ്റെ ആളാണ്. അത്രയും കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ എന്തിന് പ്രയോറിറ്റൈസ് ചെയ്യണം? അതായത് സാരി ഉടുത്ത് ഇവരെ സന്തോഷിപ്പിക്കണോ അതോ ഞാൻ എൻ്റെ കംഫർട്ടിന് പ്രയോറിറ്റി കൊടുക്കണോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ 20s കടന്ന് 30s എത്തുമ്പോഴേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ക്ലോക്ക് ടിക്ക് ചെയ്യാൻ തുടങ്ങുമല്ലോ. ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്തോ അല്ലേ, സമയം എനിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമുള്ള സമയം എത്ര കാലം ഇങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തു എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്യണം. ആ ഒരു തോട്ട് വന്നപ്പോൾ ശരിക്കും അതൊരു ഫ്രീഡം ആയിരുന്നു. അത് തലയ്ക്കുള്ളിലൊരു ഫ്രീഡം തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ. നമുക്കൊരു ബേസിക് വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ, അതിനോട് മാച്ച് ചെയ്ത് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ ജനിച്ചു വളർന്ന ആ ഒരു കാലഘട്ടത്തിലും ഞാൻ ഇവോൾവ് ചെയ്ത് വന്ന സമയത്തും എനിക്കുള്ളൊരു വാല്യൂ സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ഞാനായിട്ട് ഇപ്പോൾ പർപ്പസ്ഫുള്ളി ഒരു മനുഷ്യരെ ഉപദ്രവിക്കരുത്, ഞാനായിട്ട് ഒരാളുടെ പൈസയ്ക്കൊരു പ്രശ്നം ഉണ്ടാക്കരുത്, ലൈക്ക് അത് അന്യൻ്റെ മുതൽ തട്ടിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക, ലൈക്ക് ഇങ്ങനെയുള്ള കുറേ ബേസിക് വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ പറ്റുന്നിടത്തോളം നമ്മുടെ സമയം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കള്ളം പറഞ്ഞ് ലൈക്ക് അങ്ങനത്തെ കുറേ നമ്മുടെ ഒരു ഹ്യൂമൻ ബേസിക് ഓരോരുത്തരുടെ വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ അതിനോട് മാക്സിമം നീതി പുലർത്തി നിൽക്കാൻ മാത്രമാണ് ഞാനിപ്പോൾ നോക്കാറുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അശ്വതി സുന്ദരിയാണെന്ന് പലരും പറയാറുണ്ട്. എനിക്കും ആ അഭിപ്രായമുണ്ട് കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണ് സൗന്ദര്യത്തെക്കുറിച്ച് പറയാറുള്ളത്. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നവർ വേറൊരു രീതിയിലായിരിക്കും പറയുക. ഇപ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വന്നിട്ട് നമ്മളോട് സുന്ദരിയാണെന്ന് പറയുന്ന വേറൊരു ആസ്പെക്റ്റിലായിരിക്കാം നമ്മൾ ചിലരിൽ നിന്ന് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് ആയിരിക്കും. ഇതൊക്കെ പല ആസ്പെക്റ്റിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഓക്കെ, ഇപ്പോൾ അവനവൻ ആനന്ദിക്കുന്ന ഒരു സ്പേസും കൂടെയാണല്ലോ ഈ ഇത്തരത്തിലുള്ള പറച്ചിലുകളൊക്കെ. അപ്പം അശ്വതി ഏതിലായിരിക്കും കൂടുതൽ സന്തോഷിക്കുക എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇപ്പം സൗന്ദര്യം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ജനറലി ഇപ്പം നമ്മളെക്കുറിച്ച് എന്ത് കോംപ്ലിമെൻറ്റ് പറഞ്ഞാലും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് എൻ്റെ ഇമ്മീഡിയറ്റ് സർക്കിളിൽ നിൽക്കുന്ന ആളുകൾ അത് പറയുമ്പോഴാണ്. ഇപ്പം ജനറൽ ഓഡിയൻസ് ഇപ്പം പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്, പല കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്മളിവിടെ യാതൊരു പരിചയമില്ലാത്ത ആളുകളൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് വന്ന് കണ്ടിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു എഴുത്തിനെ കുറിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടതിനെ കുറിച്ച് ആയിക്കോട്ടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് എനിക്ക് എപ്പോഴും തോന്നുന്നത് നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിളിൽ നിൽക്കുന്ന ആളുകൾ നമുക്ക് തരുന്ന ചെറിയ അപ്രീസിയേഷൻസ് ഇല്ലേ, അത് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം ഇവരെപ്പോഴും നമ്മളെ കാണുന്നതാണ്. അപ്പോൾ അവർ എടി നീ അത് ചെയ്തത് അത് രസമായിട്ടുണ്ടായിരുന്നു എന്ന് പറയും. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് പറയുമ്പോൾ, അച്ഛനും അമ്മയും ചില കാര്യങ്ങളിൽ സന്തോഷം അറിയിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡ്രസ്സ് നന്നായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് അതാണ് കൂടുതൽ സന്തോഷം തരുന്നതെന്ന് തോന്നുന്നു. ഒരു വലിയൊരു ജനറൽ ഓഡിയൻസിൽ നിന്ന് ഭയങ്കര വലിയൊരു അപ്രീസിയേഷൻ കിട്ടുന്ന സമയത്തിനേക്കാളും ഞാൻ ചിലപ്പോൾ സന്തോഷിക്കുക. അവരൊക്കെ തള്ളി പറഞ്ഞാലും ഏറ്റവും അടുത്തുള്ള ഒരാൾ ഇറ്റ് ഈസ് നൈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതാണ് കൂടുതൽ സന്തോഷം. ഈ അടുത്ത കാലത്ത് ഈ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ സിറ്റുവേഷൻസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അത് കൂടുതലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പേരൻറ്റിങ്ങിലേക്ക് വരുമ്പോഴാണ്.
എൻ്റെ മൂത്ത മകള്, ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവള് ഭയങ്കര ഞാനുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അവള്. അപ്പോൾ അവളെ വളർത്തുന്നൊരു പ്രോസസ്സായിരുന്നു എനിക്ക് ഏറ്റവും നല്ല സ്കൂളിങ്. ഞാൻ ഏറ്റവും അധികം പഠിച്ചിട്ടുള്ളത് അവളെ വളർത്തിയ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ ആൾ പോലും എന്നോട് ഇത്രയും ഒട്ടലില്ല. മൂത്തവള് ഭയങ്കര അമ്മയൊട്ടിയാണ്. അപ്പോൾ അതെനിക്കൊരു സമയത്ത് ഭയങ്കര പ്രഷർ തന്നിട്ടുണ്ട്. കാരണം എനിക്കൊന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും, എനിക്കൊരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെങ്കിലൊക്കെ എനിക്ക് ഇവളുടെ ഈ ഒരു ഒട്ടല് കടുത്ത പ്രഷറും അതുപോലെ ഈ മോമീസ് ഗിൽറ്റ് എനിക്ക് ഏറ്റവും അധികം ഉണ്ടാക്കി. ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇൻജസ്റ്റിസ് കാണിക്കുകയാണോ, അവൾക്ക് എന്നെ വേണമല്ലോ എന്നുള്ള തോട്ട് എനിക്ക് ഏറ്റവും അധികം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവളാണ്. പക്ഷെ അവളിപ്പോൾ റീസെൻ്റ്ലി ഒരു ദിവസം അവൾ കോൺഷ്യസ്ലി അവൾ പറഞ്ഞു, അവൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നോളാം എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയുള്ള സ്ഥലത്ത് ഞാൻ ഒരു ദിവസം അവിടെ നിൽക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളവിടെ പോയി നിന്ന സമയത്ത് സത്യത്തിൽ എനിക്കും അവളുടെ അച്ഛനും ഒക്കെ ഭയങ്കര കൺസേൺ ആയിരുന്നു. ഇവളങ്ങനെ മാറി നിന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും ഇവളെങ്ങനെ ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും നമുക്ക് നല്ല കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഡേ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി അവള് പണ്ടത്തെ പോലെയല്ല, അവൾക്ക് ഭയങ്കര മാറ്റമുണ്ട്. പണ്ടാണെങ്കിൽ അമ്മ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വാശി പിടിക്കുന്ന കുട്ടിയായിരുന്നു. അവൾ വളരെ മെച്ചുവേർഡായിട്ട് അവളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട്, അതായത് ഞാനില്ലാത്തൊരു സ്പേസിൽ ഇവൾ വല്ലപ്പോഴുമാണ് അവരോട് ഇൻട്രാക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അവൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവൾ പോകാൻ നേരം പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ, അമ്മ ഇങ്ങനെ ഓടി നടക്കുക, ഞങ്ങളുടെ കാര്യവും ഇതൊക്കെ ആയിട്ട് അച്ഛനും കൂടി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അമ്മ അങ്ങനെ ഇതിനിടയ്ക്ക് ഓടി നടക്കുക. അമ്മമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മമ്മ കുറച്ച് മീൻകറി വെച്ച് തരൂ, അമ്മമ്മയുടെ മീൻകറി എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് അവൾ പറഞ്ഞു. സോ ലൈക്ക് എനിക്കത് ഭയങ്കര, എൻ്റെ അമ്മ എന്നോടത് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് കണ്ടു തറഞ്ഞു. ബിക്കോസ് നമ്മുടെ കുഞ്ഞിന് എപ്പോഴൊക്കെയോ കൊടുത്ത സ്നേഹം അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന ചില മൊമെന്റ്സ് ആണല്ലോ. ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല. അത് അവൾ അറിഞ്ഞ് അവളത് റിയലൈസ് ചെയ്ത് അവൾ എൻ്റെ അമ്മയോടത് പറഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് ആസ് എ പേരന്റ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മൊമെന്റ് ആണത്. അതുപൊളി കേട്ടോ. ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ആൻസർ. ഇപ്പോൾ പാരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഷെയറിങ്ങിനെ കുറിച്ചുകൂടെ സംസാരിക്കേണ്ടതുണ്ട്. ഒരു ഷെയറിങ്ങിങ് ഒരു വരുമാനവും കൂടെയാണ്. അപ്പം അങ്ങനെ പ്രേരിപ്പിക്കപ്പെടും ആളുകൾ ഈ വീഡിയോസൊക്കെ കൂടുതൽ ഷെയർ ചെയ്യാൻ. അപ്പോൾ അശ്വതിയുടെയും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല അത് ഷെയറിങ് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ അശ്വതിയുടെ ഒരു മനസ്സിനകത്ത് ഇതിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സൈഡ് ഉണ്ടാവും. അതെന്താണെന്നുള്ളത് അശ്വതി ഷെയർ ചെയ്യുമോ? ഈ ഷെയറിങ് നടത്തുന്നവരോട് അതിനെ പറ്റിയിട്ട് പറയാൻ ഉള്ളത് എന്താണെന്നും കൂടി ഒന്ന് പറയാം. ഞാൻ കുട്ടികളുടെ വീഡിയോ യൂട്യൂബിലായിക്കോട്ടെ, അവരുടെ ഒരു ഡെയിലി ലൈഫോ വ്ളോഗോ അങ്ങനത്തെ സംഭവങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഞാൻ അതിനകത്ത് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് അതിനെക്കുറിച്ച് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരിധി കൂടുതൽ നമ്മൾ അവരുടെ അവരൊരു ഇൻഡിവിജ്വൽ ആണല്ലോ, അവരുടെ പ്രൈവസി ഒരു പരിധി കൂടുതൽ പബ്ലിക്കുമായിട്ട് ഷെയർ ചെയ്യേണ്ട എന്നുള്ളൊരു തോട്ടാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികളുടെ പേരിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ അതായത് അവരുടെ ഡെയിലി അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്ന ഒരു കാര്യവുമില്ല. പിന്നെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇവരുടെ ഗ്രോത്തും ചില നമ്മുടെ സന്തോഷമുള്ള മൊമെന്റ്സ് ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണ്, അതും ഞാൻ കൂടുതലും ഇപ്പോൾ ചെറിയ ആളുടെ എന്തെങ്കിലുമൊക്കെ കുസൃതിയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വല്ലപ്പോഴും റീൽസൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അവൾ തീരെ ചെറുതായിരുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന ചില എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാർ സീറ്റ് വെക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അല്ലെങ്കിൽ കുറുക്ക് കൊടുക്കേണ്ട രീതി, ബേബി ലെഡ് വീനിങ്, അങ്ങനത്തെ സംഭവങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ചില ഫാമിലി ഫംഗ്ഷനും സംഭവങ്ങളൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് അവരെ കാണിക്കാറുണ്ടെന്നുള്ളതിനപ്പുറത്ത് അവരുടെ ലൈഫ് ഞാൻ അധികം സോഷ്യൽ മീഡിയയിൽ പോർട്രേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കുണ്ടായ ഒരു റിയലൈസേഷൻ കൂടിയാണ്. കാരണം എൻ്റെ മൂത്ത ആൾ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവൾ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ്. അവളുടെ ഒരു പേഴ്സണൽ സ്പേസ് അധികം ഷെയർ ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ അത് കണ്ട് ആളുകൾ ഫെമിലിയർ ആയിട്ട് അവളെ ഭയങ്കരമായിട്ട് ഒരു പൊതുസ്ഥലത്ത് വെച്ച് കാണുമ്പോഴുള്ള അത് അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതിനോട് അവൾക്ക് വലിയ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നി. ഈവൻ ഞാനിപ്പോൾ അവളുടെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ അവളുടെ കൺസെൻറ്റ് എടുത്തിട്ടാണ് അത് ഷെയർ ചെയ്യാറുള്ളൂ. ഐ യു ഓക്കെ വിത്ത് ദിസ് ഫോട്ടോ, ഇത് അമ്മ പോസ്റ്റ് ചെയ്യട്ടെ, കുഴപ്പമില്ലല്ലോ കൊച്ചിനെന്ന് ചോദിക്കുമ്പോൾ ഷീൽ സേ, ചിലപ്പോൾ അവൾ പറയും ഇതിനകത്ത് എന്നെ കാണാൻ വലിയ രസമില്ലമ്മ, അത് വേണ്ട എന്ന് അവൾ പറയും. അപ്പം ഞാൻ വിചാരിക്കുന്നത് അവരുടെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഷെയർ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ അവർക്കത് എംബാരസിങ് ആയിട്ട് ഈ അമ്മ എന്തിനാ എൻ്റെ ഈ പേഴ്സണൽ ഇതല്ല, ഞാൻ അമ്മയോട് പറഞ്ഞൊരു തമാശയല്ലേ അത്, അതെന്തിനാ അമ്മ നാട്ടുകാരെ കാണിച്ചത് എന്നുള്ളൊരു അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ മാത്രമല്ല, ഞാൻ വേറൊരു തരത്തിൽ ആലോചിക്കുന്ന ഒരു കാര്യം, എൻ്റെ കുട്ടി ആയതുകൊണ്ട് അവർക്ക് കിട്ടുന്ന, കുട്ടികളായതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ചില പ്രിവിലേജസ് ഉണ്ട്. അത് അവരായിട്ടൊരു ഇൻഡിവിജ്വൽ ആയിട്ട് അവരുണ്ടാക്കി എടുക്കേണ്ട ചില പ്രിവിലേജ് ഉണ്ട്. രണ്ടിൻ്റെ വാല്യൂ ഡിഫറെൻറ്റാണ്.
അപ്പോൾ അവരുടേതായിട്ടൊരു ഇത് ബിൽഡ് ചെയ്തെടുക്കട്ടെ, നമ്മൾ അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാം എന്നുള്ളത്. എൻ്റെ കുട്ടികളായതുകൊണ്ടുള്ള പ്രിവിലേജ് എന്ന് വെച്ചാൽ അത് പോകുന്നൊരു സമയം വരും അല്ലേ, അവരൊരു ആസ് എൻ ഇൻഡിവിജ്വൽ അവർ സ്റ്റാൻഡ് ചെയ്യുന്നൊരു സമയം വരുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇവരെ ഒരിക്കലും ഒരു സെലിബ്രിറ്റി കിഡായിട്ടോ അങ്ങനെയൊന്നും ഒരു ട്രീറ്റ്മെൻറ്റും അവർക്ക് എവിടെയും അവരുടെ നോർമൽ ചൈൽഡ്ഹുഡിനെ അത് എഫക്ട് ചെയ്യുമെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാനെന്തോ വേറെയാണ്, എനിക്ക് എന്തൊക്കെയോ പ്രിവിലേജ് ഉണ്ട് എന്നുള്ളൊരു തോട്ട് അവർക്ക് മാക്സിമം വരരുത് എന്നുള്ളതാണ് എൻ്റെ വിചാരം. ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു അമ്മയാവാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു അമ്മയാണ്. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. പക്ഷെ പിള്ളേര് തന്നെ പല സമയത്തും അത് തോന്നിപ്പിക്കും ഞാൻ അത്ര നല്ല അമ്മയൊന്നും അല്ല എന്നൊക്കെ. അപ്പൊ ഞാനതിങ്ങനെ ശരിക്കും ഭയങ്കര ലേണിംഗ് പ്രോസസ്സാണ് കേട്ടോ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. പാരന്റിങ് വലിയൊരു പ്രോസസ്സാണ്. അതെ, ഞാൻ മൂത്തയാളുടെ പാരന്റിങ് അവക്ക് ഇത്ര പ്രായമൊക്കെ ആയപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനകത്ത് പ്രോ ആയിട്ടുണ്ടാവും എന്നുള്ളത്. എനിക്കിനിയിപ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇളയാള് വന്നത് ഡിഫറെന്റ് മാനുവലുമായിട്ടാണ്. അപ്പൊ ഞാൻ ആലോചിക്കാം, ദൈവമേ അതും ഇതുമായിട്ട് ഒരു മാച്ചും ഇല്ല. മറ്റുള്ള ഞാൻ ഫുഡ് കഴിക്കാൻ ഞാനിങ്ങനെ പിന്നാലെ നടന്ന് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവക്ക് അതിന്റെ ആവശ്യമില്ല. ഇവള് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വിശക്കുന്നുണ്ടല്ലോ, എന്താ ഇവിടെ കഴിച്ചാനുള്ള എന്ന് അവള് ചോദിച്ചോളും. ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആ രണ്ടുപേരും. അപ്പോൾ പേരന്റിങ് വലിയ ടോപ്പിക്കാണ്. വർക്കുകളെ കുറിച്ച് പറയുമ്പോൾ ചക്കപ്പഴം റിമാർക്കബിൾ ആണ്. പക്ഷേ ഈ കോമഡി സൂപ്പർ നൈറ്റിൽ സുരാജേട്ടനുമായിട്ടുള്ളൊരു വർക്കുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനുശേഷം ഒരു പക്ഷേ നമ്മൾ പരിഗണിക്കുമ്പോൾ സുരാജേട്ടൻ വളരുന്നുണ്ട്, അസാധ്യമായൊരു വളർച്ച സുരാജേട്ടൻ നേടിയെടുക്കുന്നുണ്ട്. പടങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം വന്നിട്ടുള്ള ഒരു ഗ്രാഫ് അശ്വതിയും വളരുന്നുണ്ട്. രണ്ടുപേരും രണ്ട് രീതിയിലാണ്, അത് കമ്പയർ ചെയ്യാനല്ല. പക്ഷേ എന്നാൽ നിങ്ങൾ രണ്ടുപേരും ആ സ്പേസിൽ നിന്നിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ടോ? ഇപ്പോൾ നമ്മൾ അന്ന് ആ സ്പേസിൽ നിന്നവരാണ് എന്നൊക്കെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ടോ? ഈ രണ്ടുപേരെയും ഇപ്പോൾ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണത് അശ്വതി നോക്കിക്കാണുക? രണ്ടുപേർക്കും അവരവർ ആഗ്രഹിച്ചിട്ടുള്ള രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാ എനിക്ക് തോന്നുന്നത്. സുരാജ് ചേട്ടൻ നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ, അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് ആക്ഷൻ ഹീറോ ബിജു ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ സൂപ്പർ നൈറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പം അതിനകത്ത് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ സുരാജ് ചേട്ടൻ എത്ര എക്സൈറ്റഡ് ആയിട്ടാണ്. അതെ, അന്ന് എടി ഞാനൊരു സാധനം ചെയ്തിട്ടുണ്ട്, അത് സ്ക്രീനിൽ വരുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവും എന്ന് പുള്ളി വളരെ എക്സൈറ്റ്മെൻറ്റോടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനും മുകളിൽ നിൽക്കുന്ന എത്രയോ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി എന്നുള്ളതും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിൽക്കാൻ പറ്റി എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു കുറേയും കൂടി ആള് റിഫൈൻഡ് ആയിട്ട് വരാൻ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അദ്ദേഹത്തെ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി മാറുന്നുണ്ടല്ലോ, ആ ഒരു ഗ്രോത്ത് അദ്ദേഹത്തിന്റെ ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വല്ലപ്പോഴും ഒക്കെയാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ എന്നാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു മൊമെന്റ് വരുമ്പോഴേക്കും ഇതുപോലെ വിളിച്ച് ഷെയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ എന്തെങ്കിലും ഒരു എപ്പിസോഡൊക്കെ കാണുമ്പോഴെങ്കിൽ ഇവിടെ ആ എപ്പിസോഡ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിക്കാറുണ്ട്. നല്ലൊരു സിനിമ കാണുമ്പോൾ ഞാനും വിളിക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ കാര്യത്തിലും ഞാൻ ആഗ്രഹിച്ച ഇടങ്ങളിലേക്ക് തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കും അത് കൃത്യമായിട്ട് അതിലേക്ക് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യില്ല, ഞാൻ എൻ്റെ പർപ്പസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ഫീൽ വരില്ലേ. ഈ ഒരു സമയത്തൊക്കെ ഒരു ഷോ കഴിഞ്ഞിട്ട് അടുത്ത ഷോയ്ക്ക് വിളിക്കാതിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അടുത്തൊരു ഷോ കിട്ടുന്നത് വരെയുള്ള ഒരു ഗ്യാപ്പ്. ഒരു റിയാലിറ്റി ഷോ ചിലപ്പോൾ 1 വർഷമായിരിക്കും, അത് കഴിഞ്ഞ് അടുത്തൊരു റിയാലിറ്റി ഷോ ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതുപോലും എന്നെ ഇൻസെക്യൂർ ആക്കിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അയ്യോ ഇനിയിപ്പോൾ എന്താ, ഇനി എന്നെ ആരും വിളിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ഇൻസെക്യൂരിറ്റി, ആ ഒരു റെഗുലർ ഇൻകം ഈ മാസം ഇനിയിപ്പം എന്ത് ചെയ്യും, അങ്ങനത്തെ തോട്ടൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇൻസെക്യൂർഡ് ആയിട്ടുണ്ടായിരുന്ന കരിയറിനെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു അശ്വതി ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ മാറിയിട്ട് ഇപ്പം എനിക്കതൊരു കൺസേണേ അല്ല. ഇപ്പം റിയാലിറ്റി ഷോസ് വരുമ്പോൾ ഞാനിപ്പോൾ എല്ലാവരോടും പറയും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ റിയാലിറ്റി ഷോസ് ഞാൻ വേറെ കുറച്ച് എൻ്റേതായിട്ടുള്ള പ്രോജക്ട്സിൻ്റെ പുറകിലാണ്. അപ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർ വിചാരിക്കും ഇതെന്തൊരു മണ്ടത്തര പറയുന്നത് അല്ലേ, ടി വിയിൽ കിട്ടുന്ന ഒരു വിസിബിലിറ്റി വേണ്ടെന്ന് വെച്ചിട്ട് എന്തിനാ സ്വന്തമായില്ല. പക്ഷെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് ഞാൻ എൻ്റെ പർപ്പസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഏറ്റവും തോന്നുന്ന, എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്കാണ് ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഗ്രോത്ത് തന്നെയാണത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മനോരമയിൽ നായകൻ ചെയ്യുന്നു, അതിനിടയ്ക്കാണ് ഫ്ലവേഴ്സിൽ 24-ൽ ന്യൂസ് റീഡറായിട്ട് വരുന്നു. അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അത് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ്. പക്ഷേ ആ വാർത്ത വായിക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു അശ്വതി ഉണ്ടാവുമല്ലോ, ആ അശ്വതി എന്തായിരുന്നു എന്നൊന്ന് പറയാമോ?
സത്യം പറഞ്ഞാൽ 24 ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രീകണ്ഠൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് എല്ലാവരെയും കൊണ്ടുവന്നിട്ട് നമ്മൾ ചുമ്മാ ന്യൂസ് പ്രസന്റ് ചെയ്യിപ്പിച്ച് നോക്കുന്നുണ്ട്, നീ അത്യാവശ്യം നല്ലോണം മലയാളം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. വിളിച്ച് അവിടെ വന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് തോന്നണില്ല, എനിക്ക് വേറൊരു കാര്യം ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നു തോന്നണില്ല. ഒന്നാമത് വാർത്തയാണ്, ഞാൻ വളരെ കീനായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുന്ന ഒരാളല്ല. ഒന്നാമത്തെ കാര്യം, ഈ പൊളിറ്റിക്സ് എനിക്ക് എൻ്റെതായിട്ടുള്ള വ്യൂ പോയിന്റ്സും ഒപ്പീനിയനും ഒക്കെ ഉണ്ട്, ഞാനിതൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കീനായിട്ട് ഇപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിലെ ആളുകളുടെ പൊസിഷൻസോ ഇതൊന്നും കൃത്യമായിട്ട് വലിയ ഗ്രാഹ്യമുള്ള ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചെറിയൊരു എറർ മതിയല്ലോ, മണ്ടത്തരമായി പോകാൻ വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ ആ പണി നിർത്തുകയും ചെയ്തു. പക്ഷെ ആ സമയം ആവുമ്പോഴും കുഴപ്പമില്ല, അത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റിൽ എത്തിയതാണ്. പക്ഷേ എനിക്കിത് പേഴ്സണലി ഭയങ്കര ഹെവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഫീൽ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു ന്യൂസ് റൂമിനകത്തേക്ക് കയറുമ്പോൾ എനിക്കൊരു ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിൽ കയറുന്ന ഫീൽ ഉണ്ടായിരുന്നു, ടു ബി ഓണസ്റ്റ്. അതായത് എപ്പോഴും ഇങ്ങനെ വാർത്തകൾ, അവിടെ ബസ് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ സംഭവിക്കണോ, അവിടെ മറ്റേ ഈ പൊളിറ്റിക്കൽ ഇത് ഇങ്ങനെ നടക്കുന്നുണ്ടോ, ചർച്ച നടക്കുന്നു. സോ നമ്മളൊരു ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ കയറും പറയണല്ലോ, ഒരു ആക്സിഡന്റ് കേസ് കൊണ്ടുവരുന്നുണ്ട്, അങ്ങോട്ട് എടുക്കൂ ഇങ്ങോട്ട് എടുക്കൂ, മറ്റേ ഡോക്ടർ വരും. ഇത്തരത്തിലാണ് ഇതിനകത്ത് കംപ്ലീറ്റ് പിരിമുറുക്കത്തിലാണ് നിൽക്കുന്ന മനുഷ്യർ. ഞാൻ വളരെ റിലാക്സ് ചെയ്ത് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എനിക്ക് ഭയങ്കര പിരിമുറുക്കത്തിനകത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്നെ അവിടെ പൊസിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇതിനകത്ത് എവിടെയാണ് എന്നെ ഫിറ്റ് ഇൻ ചെയ്യേണ്ടതെന്നുള്ള ഭയങ്കര കൺസേൺ വന്നപ്പോഴാണ് ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, എനിക്കിത് ശരിയാവില്ല. സാർ പക്ഷെ അന്നെൻ്റെ അടുത്ത് പറഞ്ഞു, അശ്വതിക്ക് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, ന്യൂസിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നിനക്കൊരു കരിയർ ഉണ്ടാക്കാൻ പറ്റും അതിൽ. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് ഞാനല്ല, എനിക്ക് അതല്ല വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ അൺഎഡിറ്റഡ് എന്നൊരു വാക്ക് ചേർക്കുമ്പോൾ അതൊരു അൺഎഡിറ്റഡ് എന്നൊരു വാക്ക് മാത്രമായിരുന്നോ, അത് ശരിക്കും എന്തായിരുന്നു മെയിൻ ചെയ്തിരുന്നത്? എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള വളരെ റോ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊരു സ്പേസ് എന്നുള്ള തരത്തിലാണ് യൂട്യൂബ് കൺസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ തോട്ട്സ്, എൻ്റെ വ്യൂ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതങ്ങനെ തന്നെ ഷെയർ ചെയ്യണം, അൺഎഡിറ്റഡ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ, എന്ന് വെച്ചാൽ എല്ലാം ഷെയർ ചെയ്യും എന്നല്ല, എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അൺഎഡിറ്റഡ് ആയിട്ടായിരിക്കും, അതായി ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം. നന്നായി എഡിറ്റ് ചെയ്ത് ശ്രീകാന്തിന്റെ കാര്യം കൂടെ പറയും. എന്താ പറയാ, എന്ത് വേണമെങ്കിലും പറയാം, നന്നായി എഡിറ്റ് ചെയ്ത് പറഞ്ഞാൽ. അല്ല, അതിനകത്ത് വലിയ എഡിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സിൽ കണ്ടുമുട്ടിയ വ്യക്തിയാണ്. അന്ന് സത്യം പറഞ്ഞാൽ അത് ലൈഫിനെ കുറിച്ച് നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഒരു മേജർ ഡിസിഷൻ തന്നെയാണ്. 16ാമത്തെ വയസ്സിൽ ആ ഒരു ഡിസിഷന് ഞാൻ ക്യാപ്പബിൾ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും അല്ലായിരുന്നു. അന്ന് എന്ത് കണ്ടിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. നമ്മുടെ ഒരു ഇനീഷ്യൽ കെമിസ്ട്രി കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഫോർ എവർ വാഗ്ദാനം ചെയ്യരുതെന്ന് പറയാരോടും. പക്ഷേ വി ഡിഡ്, നമ്മൾ ജീവിക്കും, നമ്മൾ ഒരുമിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് ഒരുമിച്ചുള്ളൊരു ഗ്രോത്ത് ആയിരുന്നു. ഇതിനിടയ്ക്ക് കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരുമിച്ചുള്ളൊരു ഗ്രോത്ത് ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലി ആണെങ്കിലും രണ്ടുപേർക്കും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഈ ഒരു റിലേഷൻ ഞാൻ ആവേണ്ടിയിരുന്ന ഒരിടത്ത് നിന്ന് തന്നെ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് എൻ്റെ വഴി എങ്ങോട്ടായിരുന്നോ അതിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇത് കോംപ്ലിമെന്റ് ചെയ്തിട്ടേ ഉള്ളൂ. ചില സമയത്ത് ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കും, ചില സമയത്ത് പക്ഷേ ഇറ്റ് ഈസ് ഓൾ മെന്റ് ടു ബി. എന്നാലും ഇതെൻ്റെ ജേർണീനെ ഭയങ്കരമായിട്ട് ബൈപ്പാസ് ചെയ്യോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല ഞാൻ ഈ റിലേഷനിൽ ആയതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. ലൈക്ക് നെവർ. അങ്ങനെ തോന്നേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പുള്ളിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അതുകൊണ്ട് അതിന് കമ്പാനിയൻഷിപ്പ് എന്നുള്ള വാക്ക് തന്നെയാണ് ഏറ്റവും ചേർത്ത് വെക്കാൻ പറ്റുന്നത്. പിന്നെ കുട്ടികളായി കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇപ്പോൾ പേരൻറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ പിള്ളേർ ഭയങ്കരമായിട്ട് ടാൻട്രംസ് കാണിക്കുമ്പോഴത്തേക്കും ശ്രീൻ്റെ അടുത്ത് പറയും, നിന്റെ ജെന്റിൽ പേരൻറ്റിങ് മര്യാദയ്ക്ക് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രീത്ത് ഇൻ, വെയിറ്റ്, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അത് അപ്പോൾ പറയും നീ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നീ തന്നെ ഡീൽ ചെയ്തോ, എന്നെ ഇതിനകത്ത് ഇടപെടുത്തരുത്. സോ ഇങ്ങനത്തെ ഗിവ് ആൻഡ് ടേക്കും ഇതൊക്കെ ഓൾവേസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് പെർസ്പെക്റ്റീവിലാണെങ്കിലും നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ റിലീജിയസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും ഒരിടത്ത് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്ത് വേറെ ഒരിടത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും ടുഗദർ ആയിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരേ വഴിക്ക് പോവുകയും എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും
കൊളൈഡ് ചെയ്യാണ്ട് ഇത് പാരലലി മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സക്സസ്. ഇടയ്ക്ക് ഫിലോസഫിക്കലായിട്ട് സംസാരിക്കും പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ പുസ്തകം എടുത്ത് അശ്വതി തന്ന പുസ്തകം മണപ്പിക്കുന്ന സമയത്ത് അശ്വതി ഗന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതിനെ പറ്റിയിട്ട് അശ്വതി എഴുതാൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഗന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മണങ്ങളെക്കുറിച്ച് അശ്വതി എന്തൊക്കെയായിരിക്കും പറയാം? ഞാൻ ഏതോ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ആർട്ടിക്കിൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: ആനവണ്ടി വിയർക്കുന്നത് ആണുങ്ങളുടെ മണമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. KSRTCക്ക് ഉള്ളില് ആണുങ്ങളുടെ വിയർപ്പിന്റെ മണമാണ് കൂടി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ്, ഒരു ബസ്സിനകത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള എൻ്റെ ടീനേജിലുണ്ടായിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ ബേസിലാണ് അത് എഴുതി തുടങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ടാണ് എനിക്ക് മനസ്സിലായത്, ആ എഴുത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ എനിക്കറിയായിരുന്നു ഞാൻ എത്രയധികം മണങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഏത് സെൻസിനെ കഴിഞ്ഞും എനിക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്മെല്ലാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇന്ദ്രിയങ്ങളോ ആയിരിക്കുമല്ലോ. ടച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിനെ കഴിഞ്ഞും കൂടുതൽ ഈ സ്മെല്ല് ഭയങ്കരമായിട്ട്. ഞാനിടയ്ക്ക് പറയുമായിരുന്നു, ഇപ്പോൾ ലൈഫ് എന്ന് LIFE = എന്നെഴുതിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ എന്തെഴുതണമെന്ന് ചോദിച്ചാൽ അത് എൻ്റെ കാമുകിയുടെ മണമാണ് അവിടെ എഴുതാൻ തോന്നുന്നതെന്ന് ഞാൻ സ്ഥിരമായിട്ട് പറയുമായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഗന്ധങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാത്തിനോടും അസോസിയേറ്റ് ചെയ്ത് എനിക്കൊരു മണം ഉണ്ടായിരിക്കും. അത് ഏത് വ്യക്തിയാണെങ്കിലും ഏത് ദിവസത്തെക്കുറിച്ച് പറഞ്ഞാലും അതൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് എനിക്കൊരു മണം ഓർമ്മയുണ്ടായിരിക്കും. എൻ്റെ മുത്തശ്ശിയുടെ മണം, എൻ്റെ അമ്മയുടെ കഴുത്തിൻ്റെ ഒരു മണമുണ്ട്. അത് നമ്മൾ കുഞ്ഞിലെ നമ്മുടെ ഏറ്റവും സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന അങ്ങനെയാണല്ലോ, അമ്മയെ പോയി കെട്ടിപ്പിടിക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ ഒരു മണത്തിൻ്റെ, അതുപോലെ അമ്മ ഒരു ഫാർമസി നടത്തുമായിരുന്നു. അപ്പോൾ അമ്മ ഫാർമസിയിൽ നിന്ന് വൈകിട്ട് തിരിച്ച് നടന്ന് വീട്ടിൽ വരുമ്പോൾ അമ്മയുടെ സാരിയും ബ്ലൗസും കൂടെ നനഞ്ഞിട്ടുള്ള ഒരു വിയർപ്പിൻ്റെ മണം ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ക്ലിയർ ആണ്. എനിക്കിപ്പോഴും അത് പറയുമ്പോൾ എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ മകളുണ്ടായ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് പുരട്ടിയിട്ടുള്ള റാഷസ് ക്രീമുകൾ, അവളെ തുടയ്ക്കാൻ യൂസ് ചെയ്തിരുന്ന വൈപ്സ്, അതിൻ്റെ പോലും മണങ്ങളൊക്കെ എനിക്ക് അത്രയും കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സ്ത്രീയൊക്കെ ആ ഒരു ടീനേജ് സമയത്ത് ആദ്യമായിട്ടൊക്കെ ചേർന്നിരിക്കുമ്പം യൂസ് ചെയ്തിരുന്ന പെർഫ്യൂമുകളുടെ മണങ്ങൾ, ഇതൊക്കെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന ഓർമ്മയിലുള്ള കുറേ അധികം മണങ്ങളുണ്ട്. അശ്വതി ഇത് പറയുന്ന സമയത്ത് മറ്റൊരു മണത്തെക്കുറിച്ചായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇളയ മോൾക്ക് ഇപ്പോൾ 5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മൂത്ത മകള് എപ്പോഴും വന്നിട്ട് അവളെ മണപ്പിക്കും. അപ്പോൾ ഞാനും പോയിട്ട് കൂടെ മണപ്പിക്കും. ഞങ്ങൾ തമ്മിൽ അത് അക്കാര്യത്തിൽ മത്സരമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഗന്ധങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഗന്ധങ്ങളുണ്ടോ അശ്വതിക്ക്? നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ഓർമ്മകൾ, ചില മണങ്ങൾ കൊണ്ടുവരും. അപ്പം ഞാൻ ഈ അടുത്ത കാലത്തെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പറയണ്ടായിരുന്നു, അവനൊരു ദിവസം ഒരു ഡിയോഡ്രൻ്റ് അടിച്ചിട്ട് വന്നു. അപ്പോൾ അത് അവൻ്റെ ഒരു റെഗുലർ മണമല്ല. അപ്പം ഞാനിങ്ങനെ അവനോട് സംസാരിക്കുന്ന സമയത്ത് എന്നെ എന്തോ ഡിസ്റ്റർബ് ചെയ്യുന്നു. എനിക്ക് എല്ലാ ദിവസവും ഇവനോട് സംസാരിക്കുന്ന പോലെ അന്ന് അവനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഈ മണമാണ് എന്നെ ട്രിഗർ ചെയ്യുന്നത്. കാരണം എനിക്ക് എൻ്റെ ഒരു പ്രായത്തിൽ ഇഷ്ടമില്ലാതിരുന്നൊരു അയൽവക്കക്കാരൻ്റെ പെർഫ്യൂമിനോട് ഇത് എവിടെയോ റിസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ അങ്കിളുടെ മണം എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ എനിക്ക് ഇവനെ ആ ഒരു മണത്തിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. ബിക്കോസ് ഇയാൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് പേഴ്സണാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും പറയാം. പിന്നെ പക്ഷേ ഒരാളോട് എനിക്ക് നിങ്ങളുടെ മണം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ എടുക്കും എന്നൊരു പ്രശ്നമുണ്ടല്ലോ. പക്ഷേ ഐ ഹാഡ് ടു ഓപ്പൺ അപ്പ്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ ഡിയോഡ്രൻ്റ് മാറ്റുന്നതിനെ കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം? അപ്പോൾ ചോദിച്ചു എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു അതല്ല, നീ ഇത് യൂസ് ചെയ്തു, പക്ഷേ നിനക്ക് എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഇത് അടിക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷെ എനിക്കങ്ങനെ പറയാണ്ട് ഫ്രീഡം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേട്ടോ. അപ്പൊ ഹീ സെഡ് ഓക്കെ കുഴപ്പമില്ല എന്ന് വെച്ചാൽ അവനത് മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ അത്രയ്ക്ക്, കാരണം എനിക്ക് തോന്നി ഇത് ഇവൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ തെറ്റിപ്പോവും. ബിക്കോസ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മണം എനിക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ തകഴി ചേറിൻ്റെ മണമുള്ള പെണ്ണിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ പെണ്ണിൻ്റെ മണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. റൈറ്റർ ആനന്ദ് ഗന്ധങ്ങളെക്കുറിച്ച് വിശദമായിട്ട് കഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ അശ്വതിയും ഗന്ധങ്ങളെക്കുറിച്ച് എഴുതും. ഞാൻ മണങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പുസ്തകം എഴുതണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുമോ അറിയില്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് എഴുതൂ, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുതി കഴിയും, വേറെ ആരെങ്കിലും ഒക്കെ എഴുതും. പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അങ്ങനെ പറഞ്ഞു വെക്കാൻ കഴിയില്ല, ഇത്തരം കാര്യങ്ങൾക്കൊന്നും കോപ്പിറൈറ്റ് ഇല്ല. അപ്പോൾ അശ്വതിക്ക് എല്ലാ കാര്യങ്ങളും ഈ മുൻപന്തിയിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയട്ടെ. ഞങ്ങൾക്ക് ഒരു ലൈഫ് കോച്ചുമായിട്ട് തുടരാൻ തന്നെ കഴിയട്ടെ. സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ആണല്ലോ നമുക്കൊരു സോൾഫുൾ കോൺവെർസേഷൻ ഉണ്ടാവുക.
എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാവരും എന്തെങ്കിലും ആ ഒരു ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുക അല്ലെങ്കിൽ സംസാരിപ്പിക്കുക. അത്തരം കാര്യങ്ങളിലാണ് കൂടുതലും കയറി പിടിക്കുക, ടൈറ്റിൽ ക്യാച്ച് ആവാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊന്നും അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു ജെനുവിൻലി ക്യൂരിയസ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവർ ഓപ്പോസിറ്റ് ഇരുന്നതിൻ്റെ സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിപൊളി.